നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഈ അടുത്ത കാലത്ത് കാണുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചാണ്. കോച്ചിനെ മാറ്റണോ അതോ കളിക്കാരെ കുറ്റം പറയണോ എന്നതിനപ്പുറം എന്താണ് യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇന്ത്യ ഒരു വലിയ സീരീസ് തോറ്റുകഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു ചോദ്യമുണ്ടല്ലേ, ആരുടെ തലയിൽ വയ്ക്കും ഈ തോൽവി? ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? ശരി, ഇതിന് വളരെ എളുപ്പമുള്ളൊരു ഉത്തരമുണ്ട്: കോച്ചിനെ അന്ന് മാറ്റുക. പക്ഷേ സത്യം പറഞ്ഞാൽ യഥാർത്ഥ ഉത്തരം അത്ര സിമ്പിളല്ല, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ആ സങ്കീർണതകളിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. പ്രശസ്ത ക്രിക്കറ്റ് അനലിസ്റ്റ് ജാരോഡ് കിംബർ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ആ കളിക്കുന്ന 11 പേരെയോ സെലക്ടർമാരെയോ അല്ലെങ്കിൽ കോച്ചിനെയോ ആണ് കുറ്റം പറയാം. പക്ഷേ ഇന്ത്യ റൺസ് എടുക്കാത്തതിന് കാരണം കോച്ചല്ല. അപ്പോൾ ഈ വാക്കുകൾ ശരിക്കും നമ്മുടെ പതിവ് ചിന്തകളെ ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥ പ്രശ്നം പിന്നെ എവിടെയാണ്? അപ്പോൾ നമ്മുടെ അന്വേഷണത്തിലെ ആദ്യത്തെ തുമ്പ് ഇതാണ്: ഇന്ത്യൻ ബാറ്റർമാർ ശരിക്കും ഒരു പെർഫെക്റ്റ് സ്റ്റോമിലാണ്. അതായത് ഒരേ സമയം ഒരുപാട് വെല്ലുവിളികൾ ഒരുമിച്ച് നേരിടുന്ന ഒരവസ്ഥയിൽ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ബാറ്റർമാർ ഒരേ സമയം 2 യുദ്ധമുഖങ്ങളിൽപ്പെട്ട അവസ്ഥയിലാണ്. ഒന്ന് നാട്ടിൽ, മറ്റൊന്ന് വിദേശത്ത്. ഇത് അവരുടെ പ്രകടനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ കളിക്കുമ്പോഴത്തെ കാര്യം നോക്കാം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് കിട്ടാൻ വേണ്ടി പിച്ചുകൾ ഭയങ്കരമായിട്ട് സ്പിൻ ചെയ്യിക്കും. ഇനി വിദേശത്ത് പോയാലോ, അവിടെ പുതിയൊരു വില്ലനുണ്ട്: വോബിൾ ബോൾ. അതായത് പന്തിന്റെ സീം നേരെ വരാതെ ചെറുതായിട്ടൊന്ന് വിറച്ചു വരും. അത് പ്രെഡിക്റ്റ് ചെയ്യാൻ ബാറ്റർമാർക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും കാരണം ബാറ്റർമാരുടെ ആവറേജ് ശരിക്കും താഴോട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള പുതിയ വെല്ലുവിളികൾ വരുമ്പോൾ പഴയ ടെക്നിക്ക് മാത്രം പോരാതെ വരും. പുതിയ തന്ത്രങ്ങൾ കണ്ടുപിടിക്കാൻ ബാറ്റർമാർ നിർബന്ധിതരായി. അവിടെയാണ് സ്വീപ്പ് ഷോട്ടിന് പ്രാധാന്യം വരുന്നത്. ഈ കണക്കുകളൊന്ന് നോക്കിയേ. ഇംഗ്ലണ്ട് പോലുള്ള ടീമുകൾ, അവരാണല്ലോ ഇതിൻ്റെ ഒരു തുടക്കക്കാർ, അവർ 7.5% പന്തുകളും സ്വീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ അത് വെറും 4.2%. നമ്മൾ ഈ ഷോട്ട് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് പിന്നിലാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്പിൻ പിച്ചുകളിൽ പുറത്തുനിന്ന് വരുന്ന സ്പിന്നർമാർക്ക് എങ്ങനെയാണ് ഇത്രയധികം വിജയം കിട്ടുന്നത്? ഈ ഒരു സംഖ്യ ഓർത്തുവെച്ചോളൂ: 5 ഡിഗ്രി. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്താ ഈ 5 ഡിഗ്രിക്ക് ഇത്ര പ്രത്യേകത അല്ലേ? അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഇതാണ് ആ കളി മാറ്റുന്ന കണക്ക്. ഒരു സ്പിൻ ബൗളർ എറിയുന്ന പന്ത് 5 ഡിഗ്രിയിൽ താഴെയാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ ബാറ്ററുടെ ശരാശരി 45 ആണ്. നല്ല ശരാശരി. പക്ഷേ ആ ടേൺ എപ്പോഴാണോ 5 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുന്നത്, അപ്പോൾ നോക്കിക്കേ, ആവറേജ് നേരെ പകുതിയായി 22.5 വീണു. ഇതൊരു വലിയ വ്യത്യാസം തന്നെയല്ലേ? അപ്പോൾ ആരാണ് ഈ 5 ഡിഗ്രിക്ക് മുകളിൽ സ്ഥിരമായി പന്ത് തിരിക്കുന്നത്? ഈ കണക്ക് നോക്കൂ. സൈമൺ ഹാർമർ, കേശവ് മഹാരാജ്, ഇവരൊക്കെ 30% പന്തുകളും ആ മാന്ത്രിക മാർക്ക് കടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സ്പിന്നർമാരുടെ കാര്യമോ? വെറും 18% മാത്രം. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അശ്വിൻ പറഞ്ഞതുപോലെയാണത്. അദ്ദേഹം പറയുന്നു, സ്പിൻ ബൗളിംഗ് ഒരു കോമ്പിനേഷൻ ലോക്ക് പോലെയാണ്. അതായത് ബാറ്ററെ കൊണ്ട് ഒരു തെറ്റ് വരുത്തിക്കാൻ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഒരുമിച്ച് വരണം. അത് വെറുതെ പന്ത് തിരിച്ചാൽ മാത്രം കിട്ടുന്നൊന്നല്ല, അതിന് ഒരുപാട് അനുഭവസമ്പത്ത് വേണം. ഇനി നമ്മൾ ഈ പ്രശ്നത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണത്തിലേക്ക് വരികയാണ്. നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ വന്ന ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയ ചില പ്രത്യാഘാതങ്ങൾ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ ലോകോത്തര പേസർമാരെ ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതിനായി ആഭ്യന്തര പിച്ചുകളിൽ കൂടുതൽ പുല്ലുവെച്ചു. ഇത് പേസർമാർക്ക് ഗുണം ചെയ്തെങ്കിലും അറിയാതെ മറ്റൊരു പ്രശ്നത്തിന് കാരണമായി. അതിന്റെ ഫലം എന്തായിരുന്നെന്നറിയാമോ? ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അനുഭവസമ്പത്തിൽ വന്ന ഭീമമായ ഒരു വിടവ്. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത കണക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ഒരു ഉദാഹരണത്തിന് ഓസ്ട്രേലിയയുടെ ടെസ്റ്റ് ടീം എടുക്കാം. അവരുടെ ടീമിലെ കളിക്കാരെല്ലാവരും കൂടെ കളിച്ച ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയുമോ? 1577 മത്സരങ്ങൾ. ഇനി നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ കണക്ക് നോക്കാം. വെറും 759. അതായത് ഓസ്ട്രേലിയയുടെ പകുതിയിൽ താഴെ. അപ്പോൾ ഈ അനുഭവസമ്പത്തിലുള്ള ഇത്രയും വലിയൊരു വ്യത്യാസം സ്വാഭാവികമായും കളിക്കളത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനും സമ്മർദ്ദഘട്ടങ്ങളെ അതിജീവിക്കാനുമുള്ള കഴിവിനെ ബാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ആരാണ് യഥാർത്ഥ വില്ലൻ? വീണ്ടും അശ്വിന്റെ വാക്കുകളിലേക്ക് വരാം. അദ്ദേഹം പറയുന്നതിതാണ്: വില്ലൻ ഒരു വ്യക്തിയല്ല, പ്രശ്നം തന്നെയാണ് വില്ലൻ. എത്ര ശരിയായ വാക്കുകളാണിത്! അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടെത്തിയ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആഭ്യന്തര ക്രിക്കറ്റിൽ പേസ് ബൗളിങ്ങിന് കൊടുത്ത പ്രാധാന്യം നമ്മുടെ സ്പിന്നർമാരുടെ വളർച്ചയെ ബാധിച്ചു.
2. ഇന്ത്യൻ ബാറ്റർമാർ നാട്ടിലും വിദേശത്തും ഒരേപോലെ കടുപ്പമേറിയ സാഹചര്യങ്ങളെ നേരിടുന്നു. 3. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അനുഭവക്കുറവ് കളിക്കളത്തിലെ പ്രകടനത്തെയും കാര്യമായി ബാധിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കോച്ചിനെയോ ക്യാപ്റ്റനെയോ മാറ്റുന്നത് ഒരു പരിഹാരമല്ല. പകരം ഈ പ്രശ്നങ്ങളെ ശരിക്കും മനസ്സിലാക്കി ദീർഘകാലത്തേക്കുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടുത്ത വലിയൊരു ടെസ്റ്റ് സീരീസ് വരുന്നതിനു മുൻപ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശരിയായ പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമോ? ഇത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. കാത്തിരുന്ന് കാണാം.